അനാഥശാല സംസ്ഥാപനം എന്ന അതിസാഹസികതയിലേക്ക് എടുത്തു ചാടുമ്പോൾ ഹാജിക്ക് കൈമുതലായി ഉണ്ടായിരുന്നത് ഏതാനും സുഹൃത്തുക്കളുടെ സന്നദ്ധതയും ഒപ്പം അതിസമ്പന്നനും ധർമ്മിഷ്ഠനുമായിരുന്ന അദ്ദേഹത്തിന്റെ പിതാമഹൻ വയലിൽ മോയി ഹാജിയുടെ ഔദാര്യവും മാത്രമായിരുന്നു. തയ്യിൽ എന്ന തന്റെ സ്വന്തം കെട്ടിടത്തിലായിരുന്നു 1956 മൊയ്തീൻ കോയ ഹാജി 22 അനാഥ കുഞ്ഞുങ്ങളുമായി മുക്കം യത്തീംഖാന ആരംഭിച്ചത്. ഇന്ന് മുക്കത്ത് നിരവധി സ്ഥാപനങ്ങളാണ് വയലിൽ മൊയ്തീൻ ഹാജിയുടെ ശ്രമഫലമായി ഉണ്ടായിട്ടുള്ള യത്തീംഖാനയുമായി വന്ന് കൂടെ വളർന്ന് വികാസം പ്രാപിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കാലശേഷവും അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള നന്മകൾ കൊണ്ട് തന്നെയാണ്. ഒരു സമൂഹത്തിന് എക്കാലവും നൂറ്റാണ്ടുകളോളം ഉപകാരപ്രദമാകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയതുകൊണ്ട് പ്രാദേശിക തലത്തിലുള്ള മറ്റു വിദ്യാർത്ഥികൾക്ക് കൂടി അത് വലിയൊരു നേട്ടമായി എന്നുള്ളതാണ്. കൊടുവള്ളിയിലെ മുസ്ലിം യത്തീംഖാന ഉണ്ടാക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രചോദനമായതും ബഹുമാനപ്പെട്ട വയലിൽ മൊയ്തീൻ കോയ ഹാജി തന്നെയാണ്. കൊടുവള്ളി മുസ്ലിം യത്തീംഖാനയുടെ ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി ബഹുമാനപ്പെട്ട മൊയ്തീൻ കോയ ഹാജി പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹമാണ് കൊടുവള്ളി യത്തീംഖാനയിലെ ആദ്യത്തെ വിദ്യാർത്ഥിയുടെ അഡ്മിഷൻ നടത്തിയത്. തീർച്ചയായിട്ടും ഒരു തലമുറയുടെ വഴികാട്ടിയായി, ഒരു തലമുറയുടെ പ്രചോദനമായി അദ്ദേഹം നിന്നിട്ടുണ്ട്.